നമ്മുടെ കണ്ണ്, വായ, മൂക്കിൻ്റെയും ചെവിയുടെ ഒക്കെ ദ്വാരങ്ങൾ നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യലുണ്ടോ? ഇത് ഭയങ്കര സ്ട്രേഞ്ചായ ചോദ്യമാണ് ഡോക്ടർ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് യോനി ഭാഗം സോപ്പിട്ടുനിന്ന് വാഷ് ചെയ്യുന്നത്. യോനി ഭാഗം എപ്പോഴും അതിന് സ്വയമായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ അവിടെ ഒരു അസിഡിക് പി എച്ച് ആണ് ഉള്ളത്. ഈ അസിഡിക് പി എച്ചിൽ തന്നെ വളരുന്നൊരു ബാക്ടീരിയ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നുണ്ട്. ഈ സോപ്പിനൊരു ആൽക്കലൈൻ പി എച്ച് ആണ് ഉള്ളത്. അതുപോലെ നല്ല സുഗന്ധമുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾ യോനി ഭാഗം ഡെയിലി സോപ്പ് വെച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ ആസിഡിക് പി എച്ച് പോവുകയും ആസിഡിക് പി എച്ചിൽ വളരുന്ന നല്ലൊരു ബാക്ടീരിയ ചത്തുപോവുകയും രോഗപ്രതിരോധ ശേഷി പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒ പിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ, യോനി ഭാഗത്ത് വെജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന പേഷ്യനോട് ചോദിക്കുമ്പോൾ അവർ എപ്പോഴും പറയുന്നത് ഡെയിലി ഞാൻ സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് 2-3 നേരം വാഷ് ചെയ്യലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യോനി ഭാഗം നിങ്ങൾ എപ്പോഴും സോപ്പിട്ട് വാഷ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ബാത്റൂമിൽ പോയതിനു ശേഷം നോർമലായിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകുക, വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോഴും നിങ്ങളുടെ യോനി ഭാഗം ഒരു അസിഡിക് പി എച്ച് 4.5 മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. pH 4.5